ചേട്ടാ പ്രിയൻചേട്ടന്റെ അമ്മയ്ക്ക് ഫോൺ എടുക്കാൻ തോന്നല്ലേ? ഹലോ മോഹൻ ചേട്ടാ, ചേട്ടൻ മരുന്ന് കഴിച്ച് ഉറങ്ങുക. പ്രിയൻചേട്ടന്റെ അനിയത്തി സംസാരിച്ച പ്രശ്നമാവോ? ഹലോ മോഹൻ ചേട്ടാ, കേക്കുന്നില്ലേ? ചേട്ടൻ ഉറങ്ങുക. ഹലോ ഹലോ മോഹൻ ചേട്ടാ. മോഹൻ ചേട്ടനല്ല, ഞാൻ പാർവതിയാ. പാർവതിയോ? നീ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? അത് എനിക്ക് ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് പ്രിയൻചേട്ടനെ കണ്ടതല്ലേ, പിന്നെ എനിക്ക് പ്രിയൻചേട്ടനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. പ്രിയൻചേട്ടന്റെ വിവരങ്ങൾ അറിയാൻ അവിടെ വന്ന അമ്മ വഴക്ക് പറയും. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. പ്രിയൻചേട്ടന് ഫോൺ കൊടുക്കോ? 1-2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ വേഗം ഫോൺ വെച്ചോളാം. കൂടുതൽ ശല്യം ചെയ്യില്ല. ഒന്ന് കൊടുക്കോ? പാർവതി, പാർവതി എന്റെ ഏട്ടനെ കാണുന്നതും ഏട്ടനോട് സംസാരിക്കുന്നതൊന്നും എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് പാർവതിക്ക് അറിയില്ലേ? ഫോണിൽ പാർവതി എന്നറിഞ്ഞ അമ്മ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. ചേട്ടനത് വലിയ വിഷമാവും. ഈ സമയത്ത് ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്നറിയില്ലേ? പാർവതി ഫോൺ വെക്ക്. ഇനി ഇങ്ങോട്ട് വിളിക്കാനും പാടില്ല. എനിക്കറിയാം അമ്മ വഴക്ക് പറയുമെന്നും പ്രിയൻചേട്ടനത് വിഷമാവുന്നും ഒക്കെ എനിക്കറിയാം. പ്രിയൻചേട്ടനോടൊരു 2 വാക്ക് സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫോൺ വെക്കാം. പ്രിയൻചേട്ടന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടില്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ. ചേട്ടൻ മരുന്ന് കഴിച്ച് ഉറങ്ങുക. വിളിച്ചുണർത്തി ഫോൺ കൊടുത്താ അതിനും അമ്മ വഴക്ക് പറയും. ചേട്ടൻ ഉണർന്നാൽ ഞാൻ പറയാം. കാലത്തെ ജോലികൾ കഴിഞ്ഞാ അമ്മ കുളിക്കാൻ കയറും. ആ സമയത്ത് പാർവതിനെ തിരിച്ചു വിളിക്കാൻ ഞാൻ ഏട്ടനോട് പറയാം. ആരാ ഫോണില്?